ക്ഷമേ മാതാ അമൃതാനന്ദമയി. മാതാ അമൃതാനന്ദമയിലെ 71ാം ജന്മദിനമാണ് ഇന്ന്. ഈ 71ാം ജന്മദിനമായിട്ട് അമൃതാനന്ദമയി മഠം ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അമൃതാനന്ദമയി മഠം 15 കോടി രൂപ വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനായിട്ട് ഡൊണേറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് നിലവിലുള്ളത്. മാതാ അമൃതാനന്ദമയിയുടെ പിറന്നാളാകാൻ കാത്തിരിക്കും ഒരുപാട് പേര് മാതാ അമൃതാനന്ദമയി വിമർശിക്കാൻ. സംഭവം സാധാരണ അങ്ങനെയാണല്ലോ. അതായത് റംസാൻ വരുമ്പോഴായിരിക്കും നൊയമ്പിനെ വിമർശിക്കുന്നത് ഈ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ. ദുർഗാപൂജ വരുമ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിമർശിക്കുന്നത്. വിഷു വരുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങൾ വിമർശിക്കും. ഓണം വരുമ്പോഴായിരിക്കും വാമനനും മഹാബലിയെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ യുവമാർ വിമർശിക്കാനായിട്ടും. അല്ലാതെ വിമർശിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റില്ലാത്തവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ സാധനം ഒന്ന് ട്രെൻഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ വിമർശനം തുടങ്ങും. നമുക്കറിയാലോ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചൊക്കെ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്ര നീളമുണ്ട്, എത്ര വീതിയുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊങ്കാലയാണോ എന്നൊക്കെ വിമർശിക്കുന്നത് പൊങ്കാലയുടെ ആ ദിവസമാണ്. അപ്പോ മാതാ അമൃതാനന്ദമയിക്കെതിരെ ചെയ്യുന്ന ഒരുപാട് വിമർശനങ്ങളും വരുന്നുണ്ട്. കടപ്പുറം സുധാമണി എന്നൊക്കെ പറഞ്ഞാണ് അവരെ കളിയാക്കിക്കൊണ്ടിരുന്നത്. എന്താ തോന്നുന്നത്? അമ്മയുടെ പേര് അങ്ങനെ കടപ്പുറം സുധാമണി അല്ല, സുധാമണി. അമ്മയുടെ പേര് അങ്ങനെയാണ്. ഞാൻ അമ്മയെന്നേ വിളിക്കാറുള്ളൂ. ഞാൻ നന്നായിട്ട് അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അമ്മയോട്. ഞാൻ ഇരുന്ന ചാനലും അമ്മയുമായിട്ട് ഒട്ടും ചേർന്ന് പോകുന്നതല്ല. ഞാൻ ഇരുന്ന ചാനല് ഞാൻ ഇരുന്ന ചാനലിൽ സ്ഥിരമായിട്ട് അമ്മയ്ക്കെതിരെ വാർത്ത സ്ഥിരമായി. അത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, മഠത്തെ തകർക്കുക എന്നുള്ളത്. എന്തിനാ അവര് മഠത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്? മഠത്തെ തകർത്തില്ല എന്നുണ്ടെങ്കിൽ അരേ സമുദായത്തെ മതം മാറ്റാൻ പറ്റില്ല. ഇവാഞ്ചലിസ്റ്റിക് ലോബി അവിടെ പ്രവർത്തിക്കുന്നു. അതെ, മഠത്തെ തകർത്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മഠം തകർന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അരേ സമുദായം ഇവർക്ക് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. ഏത് തീരദേശം എവിടെ എടുത്തു നോക്ക്, തീരദേശം മൊത്തം എടുത്തു നോക്ക്, എല്ലായിടത്തും ഇതല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതം മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, ഭയങ്കരമായി മതം മാറ്റിക്കൊണ്ടിരിക്കുക. അതിനെ ഒരു പരിധി വരെ തടയിട്ടത് അമ്മയാണ് ഇവിടെ. അത് ഇതൊരു ആഗോള തലത്തിലുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. ഇന്ത്യയിൽ ഈ തീരദേശം കേന്ദ്രീകരിച്ച് അത് വേറെ പല രാജ്യങ്ങളും അതിനകത്ത് ഇടപെടുന്നുണ്ടെന്ന് നമുക്ക്. അതെ, അത് വ്യാപകമായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഛത്തീസ്ഗഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ മൊത്തം മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. നോർത്ത് ഈസ്റ്റ് ഫുള്ള് മാറ്റി. അവിടെ മാറ്റിയിട്ട് അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അടർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതെ, വ്യാപകമായി മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ പറയുന്ന മഠം ഇരിക്കുന്ന അമൃതപുരി എന്ന് പറയുന്നത് കൊല്ലം അഴീക്കൽ ഭാഗമാണ്. അപ്പം ആ ഒരു മേഖല മൊത്തത്തിൽ മഠം പിടിച്ചു നിർത്തിയിരിക്കുക. അത് മഠം നല്ല രീതിയിൽ അതിൻ്റെ എന്താ പറയുക, അത് വർഗീയമായി കാണണ്ട. ഒരു സമുദായത്തെ മൊത്തത്തിൽ സഹായിക്കാൻ മഠം നിൽക്കും. ഒരു സമുദായത്തെ അല്ല. അമ്മ എങ്ങനെ അറിയപ്പെടുന്നതെന്ന് അറിയാമോ? അവർ ജനിച്ച ആര്യ സമുദായം. അതെ, അതിനെ താങ്ങി നിർത്തുന്നുണ്ട്. അതിനെ മാക്സിമം എന്താ പറയുക, ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ഈ പറയുന്ന പോലെ ഇവർ കുറ്റം പറയുന്നല്ലോ, ഓക്കി അടിച്ചപ്പോൾ എത്ര കൊടുത്തേ? സുനാമിക്ക് എത്ര കൊടുത്തേ? സുനാമിക്ക് എത്ര ഫ്ലാറ്റ് വെച്ച് കൊടുത്തു, തടത്ത് വെച്ച് കൊടുത്തു. ഈ കുറ്റം പറയുന്നവന്മാർക്ക്, ഈ അലവലാദികൾക്ക് 1 രൂപ പോലും ഉമാര് കൊടുത്തു. 1 രൂപ പോലും കൊടുത്തു കാണും. ഇത് കുറ്റം പറയുന്ന ഒരുത്തനല്ലല്ലോ, മറ്റേ റാ പോലെ. പേരൊക്കെ പറയാൻ ഞാൻ പാടി. അവൻ പിന്നെ എല്ലാത്തിനെയും കുറ്റം പറയും. നമ്മളൊക്കെ ഇവിടം കൊണ്ട് ഭക്ഷിക്കുമ്പോ അവ ആസനം വഴിയാ ഭക്ഷിക്കും. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഒരു ദിവസം മാനവീയം വീതി പോയപ്പോ ഉണ്ടല്ലോ, അവിടെ കുത്തിയിരിക്കുന്നത്. എന്നിട്ട് ചുറ്റും കുറെ പേരുണ്ട്, കുറെ സ്ത്രീകളുണ്ട്. ഒരു 5-6 സ്ത്രീകളുടെ നടുക്കിരിക്കുക അദ്ദേഹം. 5-6 സ്ത്രീകളുടെ നടുക്കിരുന്നിട്ട് ലോകത്തില്ലാത്ത എന്താ പറയാ, ഞാൻ കുറച്ചേരം ഇദ്ദേഹത്തെ നോക്കി. ഇദ്ദേഹം എന്താണ് ഈ സംസാരിക്കുന്നതെന്ന് ഞാൻ കുറച്ചേരം ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഇദ്ദേഹം സംസാരിക്കുന്ന വിഷയം ആർത്തവമാണ്. ആർത്തവത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജനറ്റിക്കലി ഉള്ള ഒരു കാര്യമാണ്. അപ്പോ ആർത്തവ രക്തത്തിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത്. ആർത്തവ രക്തത്തിന്റെ ഉപയോഗം വളരെ നല്ല സബ്ജക്റ്റാണ്. അത് കളിയാക്കിയതല്ല കേട്ടോ, അത് നമുക്ക് എല്ലാ ഇതിലും ഉള്ളതാണല്ലോ. പക്ഷേ
അത് നമ്മളും പറയുന്നില്ല, നമ്മളൊരു തെറ്റായിട്ടുള്ള കാര്യമോ അത് ജനറ്റിക്കലി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് മനുഷ്യന്റെ മലത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല? അത് ഉപയോഗമുള്ള സാധനം. അതിന്റെ ഉപയോഗത്തെ, ആർത്തവ രക്തത്തെ കുറിച്ച് അതൊരു ജനറ്റിക്കലായിട്ട് ഉണ്ടാവുന്നു, അത് വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതിൽ ഉപയോഗം ഉണ്ടെന്ന് പുള്ളി പറയുന്നു. ഞാൻ അതിലൊന്നും ഡിഫെൻഡ് ചെയ്യാനുമില്ല, ഒഫൻഡ് ചെയ്യാൻ. അത് വളരെ കാര്യമായിട്ട് മനുഷ്യന്റെ മലത്തിന് പക്ഷെ ഞാൻ പറയുന്നു വളക്കൂറുള്ള സാധനം. അതെ, അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. സവാളക്കൊക്കെ കൊണ്ടുപോയി ഇതല്ലേ ഇട്ട് കൊടുക്കുന്നത്, കൊടുത്തു വിടണം. മൈത്രേയനെ പോലുള്ള കുറെ പേരാണെന്നേ ഈ അമ്മയെ വിമർശിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്ല, അതിലും ഞാൻ പറയട്ടെ, അതിലൊന്നും അമ്മയ്ക്ക് അതിലൊന്നും യാതൊരുവിധ അമ്മ അങ്ങനെ ഒന്നും. അമ്മ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു CPM ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, വിജേഷ് എന്നോ മറ്റോ ആയിരുന്നു അയാളുടെ പേര്. അപ്പൊ ഇയാള് പിന്നെ അമ്മ അവിടെ ഓംബുഡ്സ്മാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു. അതായത് മഠത്തെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അല്ലെ, ഇവാഞ്ചലിസ്റ്റിക് ലോബി ഭയങ്കര ശക്തമാണ്. ഇവാഞ്ചലിസ്റ്റിക് ലോബി ഭയങ്കര നമുക്കറിയാം. നമുക്ക് ഉത്തരാഖണ്ഡിൽ ഋഷികേശിലൊക്കെ പോയിട്ട് അവര് ഋഷികേശ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇവാഞ്ചലിസ്റ്റിക് ലോബി അവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു. ഇപ്പൊ ഒരു സമയത്ത് നമുക്കറിയാലോ ഈ ഇവാഞ്ചലിസ്റ്റിക് ഭയങ്കര ശക്തമായിരുന്നു, ഇവിടെ NGOസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര. അതുകൊണ്ട് ഈ മാതാമൃതാനന്ദമയി മഠത്തിനെ ഇവിടെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം തകർക്കാൻ നിൽക്കുന്ന CPM ആണ്. അത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം, ഇപ്പൊ ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും CPM ചെയ്യണം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ മഠത്തിനെ തകർക്കാനായിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് അറിയാലോ അമേരിക്കയിൽ പോയി. ധനുഷിന്റെ അടുത്ത് ഞാനൊരു കഥ പറഞ്ഞുതരാം. പിന്നെ മഠത്തിന്റെ അവിടെ ഒരു സ്ഥാപനം, എന്ത് സ്ഥാപനമാണെന്ന് ഓർക്കുന്നില്ല. അപ്പൊ അവിടെ പിന്നെ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായി. ഭക്ഷ്യവിഷബാധ അത് എവിടെ ഉണ്ടാകുന്ന സാധനമാണ്, അത് ഹോസ്റ്റലിൽ, എനിക്കൊന്ന് അവിടുത്തെ കോളേജിലാണെന്ന് തോന്നുന്നു, ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ വാർത്ത കൊടുത്തു, നമ്മൾ ചെയ്യുന്ന വാർത്തയാണല്ലോ. ഞാൻ പറഞ്ഞു മഠത്തിൽ ഇതുപോലെ പിന്നെ അമൃതാനന്ദമയിയുടെ ഇന്ന സ്ഥാപനത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി, ഇത്ര പേര് ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. എനിക്ക് വേണ്ടി ഫ്ലക്സ് ബോർഡ് വെച്ചു അവിടെ. കരുനാഗപ്പള്ളി എനിക്ക് വേണ്ടി ഫ്ലക്സ് ബോർഡ് വെച്ചു. മഠത്തിനെതിരെ സംസാരിക്കാൻ തയ്യാറായ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചാൽ മതി. ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഞാൻ വിചാരിച്ചടാ ഞാനിത് എന്ത് ചെയ്തിട്ടാ. ഞാൻ പറഞ്ഞു അവിടെ ഭക്ഷ്യവിഷാദ നടന്നു, 10-20 കുട്ടികൾ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവന്മാർ ചെയ്യുന്ന പണി ആലോചിച്ച് നോക്ക്. എനിക്കും അന്നത്തെ ക്യാമറമാനും വേണ്ടി അവിടെ ഫ്ലക്സ് ബോർഡ് വെച്ചു. അവിടെ ഫ്ലക്സ് ബോർഡ് വെച്ചു, സത്യമാണത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവന്മാരുടെ ഒരു ഇവന്മാർ എത്രയും എങ്ങനെ ചിന്തിക്കുന്നതെന്ന്. കാര്യം എന്താ പറയാ, മഠത്തെ കുറിച്ച് ആരെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ അയാൾക്ക്. എനിക്കൊരു കാര്യം നല്ലപോലെ അറിയാം, പിണറായി വിജയൻ പോലും അമൃതാനന്ദമയിയുടെ ഭക്തനാണ്, ഒളിഞ്ഞും തെളിഞ്ഞും. പിണറായി വിജയൻ സ്വന്തം മകളെ പഠിപ്പിക്കാനായിട്ട് അമൃതാനന്ദമയിയുടെ കാല് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. അത് ബെർലിൻ കുഞ്ഞനന്ദൻ അയാളുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഓ രാജഗോപാൽ പിന്നെ എന്നിട്ട് ബെർലിൻ കുഞ്ഞനന്ദൻ അതിനകത്ത് എഴുതിയ ഒരു കാര്യമുണ്ട്. ഈ മകൾക്ക് വേണ്ടി അമ്മയുമായിട്ട് സംസാരിക്കാനായിട്ട് ട്രെയിനിൽ പൊക്കോണ്ടിരിക്കുക, കുഞ്ഞനന്ദൻ കിടക്കുന്നത് കക്കൂസിന്റെ നടയിൽ, പിണറായി കിടക്കുന്ന അകത്ത്. അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഒരു നന്ദിയില്ലാത്തൊരു മനുഷ്യനാണ് പിണറായി, എനിക്ക് തന്നെ ആത്മനിന്ദ തോന്നി ആ സമയത്ത് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ബെർലിൻ കുഞ്ഞനന്ദൻ. അങ്ങനെയൊക്കെ ആത്മകഥയിൽ ഒരുപാട് സാധനം വായിക്കാൻ നല്ല രസകരമായിട്ടുള്ള ഒരു സാധനമാണ്. അതെ, വായിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ അമൃതാനന്ദമയിയായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ആദ്യം വന്നത് ഈ അമൃതാനന്ദമയിയുടെ മുൻ ശിഷ്യ ഗെയിൽ ട്രെഡ്വെല്ലുമായിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് അങ്ങ് അമേരിക്കയിൽ പോയി ഇന്റർവ്യൂ എടുത്തിട്ട് വന്നു. ഈ ഗെയിൽ ട്രെഡ്വെൽ ഒരു പുസ്തകം എഴുതി. ഈ പുസ്തകത്തിൽ പറയുന്നത് അമൃതാനന്ദമയി ദേവി ക്ഷേത്രത്തിൽ അമൃതാനന്ദമയി മഠത്തിനകത്ത് നടക്കുന്ന ഒരുപാട് അട്രോസിറ്റീസിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഇവര് പറയുന്നത് അമൃതാനന്ദമയിക്ക് അവിഹിതമായിട്ടുള്ള പല ബന്ധങ്ങളും ശിഷ്യന്മാരുമായിട്ടുണ്ട് എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. പക്ഷെ ഇവര് ഒന്നിനും ഇവരുടെ കയ്യിൽ തെളിവില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ അവരുടെ പുസ്തകത്തിൽ ഏറ്റവും അവസാനം എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യങ്ങളല്ല, കേട്ടറിവാണ് എന്നുള്ള രീതിയിൽ ഇവര് പുസ്തകത്തിൽ അമൃതാനന്ദമയെ കുറിച്ച് എന്തെങ്കിലും കിട്ടിയ ഓടുകയാണ് ജോൺ ബ്രിട്ടാസ്. അല്ല, ഒരു സ്ത്രീയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ കുറിച്ച് പെട്ടെന്ന് ഒരു സ്ത്രീയെ നമുക്ക് അപമാനിക്കാൻ പറ്റും. എറണാകുളത്ത് ഒരാളുണ്ടായിരുന്നു, കൊച്ചിയിൽ. ഇവന്റെ പരിപാടി എന്താണെന്നറിയാമോ? ഇവൻ പിന്നെ ഈ ഭർത്താക്കന്മാര് ഗൾഫിലുള്ള സ്ത്രീകളുടെ വീടിന്റെ മതിൽ കയറിയിരിക്കും, രാത്രിയിൽ മതിൽ കയറിയിരിക്കും. എന്നിട്ട് രാത്രിയിൽ ആരെങ്കിലും നടന്നു വരുമ്പം ഇവൻ മതിൽ നിർത്തി ചാടും. മതിൽ നിർത്തി ചാടിയിട്ട് അതെ മതിൽ നിർത്തി ചാടിയിട്ട് ഇവനൊരു പ്രത്യേക ആക്ഷനും കാണിച്ചിട്ട് അങ്ങ് പോകും. പ്രത്യേകമായിട്ട് ഒരു ആക്ഷനും കാണിച്ചിട്ട് ഇവൻ പോകും. അതായത് ഒരു സ്ത്രീയെ നമുക്ക് എളുപ്പത്തിൽ അപമാനിക്കാം. നമ്മളൊരു ഏത് സ്ത്രീയോ ആയിക്കോട്ടെ, ഏത് സ്ത്രീയെ കുറിച്ച് നമ്മളൊരു കഥ പറഞ്ഞാലും ആരും വിശ്വസിക്കും. അതാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത. അമൃതാനന്ദമയി അമ്മയും ഒരു സ്ത്രീയാണ്. അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ
ആ ശരി നടന്നു കാണും. അത് തൊടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മഠത്തിനെ. മഠത്തിനെ തൊടാൻ പറ്റുന്നില്ല, മഠത്തിനെ മഠത്തിനെ തൊടാൻ പറ്റില്ല. അത് 100% എഴുതാൻ പറ്റില്ല. നടക്കത്തില്ല. മഠത്തിനെ വല്ലതും തൊടാൻ നിന്ന് കഴിഞ്ഞാൽ ഈ തൊടുന്നവനെ NIA വന്ന് തൂക്കിക്കൊണ്ടു. മഠത്തിനെ തൊടാനൊന്നും പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ സുധീർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനകീയ കോടതിയിൽ നമ്മുടെ മൊട്ട അർജുനൊക്കെ വിളിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. ആരാണെന്ന് അറിയില്ല. ഇതുപോലുള്ള അങ്ങനെയുള്ള അഴുക്കുകളുമായിട്ടാണ് അയാളുടെ അപ്പൊ അയാള് ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ആ മൈത്രേനെ ഷെയർ ചെയ്താണ് ഞാൻ വായിക്കാൻ ഇടയായത്. ഞാൻ മൈത്രേന്റെ വിമർശകനാണെങ്കിലും എനിക്ക് പുള്ളി വിഷമിച്ചിരിക്കുമ്പോൾ പുള്ളിയുടെ പോസ്റ്റുകളൊക്കെ ഭയങ്കര സന്തോഷം. അറിയാലോ, സന്തോഷം തോന്നും. പുള്ളി സംസാരിക്കുന്നുണ്ടല്ലോ, സ്ത്രീകളുടെ മുട്ട, പുരുഷന്മാരുടെ ബീജം സംസാരിക്കുന്നുണ്ടോ, തിരിച്ച് മനുഷ്യന്റെ ഊപ്പാട് വരും. അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും ഈ സുധീർ പറയുന്നത് മാതാ അമൃതാനന്ദമയിയെ പറ്റി വാർത്തകൾ കുറവാണല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ നാളെ അവരുടെ ജന്മദിനാഘോഷമാണെന്ന വാർത്ത ഇന്നത്തെ പത്രത്തിൽ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, യുവമാർക്കൊക്കെ കുരി പൊട്ടുന്നത് ജന്മദിനാഘോഷമാവുമ്പോ. അപ്പൊ ഒന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ ഞാനും കൂടെ ഫേമസ് ആവും എന്നാണ് യുവമാരുടെയൊക്കെ മൈൻഡ് സെറ്റ്. നാളെ അവർക്ക് 71 വയസ്സ് തികയാണത്രേ. ദ കാരവാൻ മാസികയുടെ ആഗസ്റ്റ് ലേഖത്തിൽ അവരെ പറ്റി ഒരു കവർ സ്റ്റോറി കണ്ടിരുന്നു. ഈ കാരവാൻ മാസിക ആരുടേതാ? ഇവിടെയുള്ള അഭിനവ ദേശാഭിമാനിക്കാരുടെയാണ് കാരവാൻ മാസിക. യുവമാരാണ് ഏറ്റവും കൂടുതൽ കാരവാൻ മാസിക എന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങൾ ഇറക്കുന്നത്. ഈ കാരവാൻ മാസികയ്ക്ക് കിട്ടുന്ന ഫണ്ടുകൾ പരിശോധിക്കണം. എവിടെ നിന്ന് ചൈനയിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. അതൊക്കെയാണ് യുവമാരുടെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത്. ദ ഗോഡ് മദർ അമൃതാനന്ദമയി എംപയർ ഓഫ് സീക്രട്സ് എന്ന പേരിൽ വളരെ വിശദമായ അന്വേഷണ ലേഖനമായിരുന്നു അത്. അതിൽ തന്നെ ഒരു തെറ്റുണ്ട്. ഗോഡ് മദർ എന്ന് പറഞ്ഞാൽ അമൃതാനന്ദമയി ഒരിടത്തും. ഇപ്പൊ ഞാൻ പറയട്ടെ, സന്യാസ ജീവിതം നയിക്കുന്ന, സത്യസന്ധമായിട്ട് നയിക്കുന്ന ആരും ഞാൻ ഗോഡ്മൻ ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആശ്ലേഷിക്കുന്ന വിശുദ്ധ എന്നാണ് അമ്മ അറിയുന്നത്. നമ്മൾ അവർക്കൊരു പേരടിച്ചു കൊടുക്കുകയാണ്. അവര് ദൈവമാണോ, അവര് അമൃതാനന്ദമയി ഞാൻ ദൈവമാണെന്ന് ഒരിടത്തും പറഞ്ഞു. അതെ അതെ. പക്ഷെ അമൃതാനന്ദമയി അനുകരിച്ച് വരുന്ന ചിത്രാനന്ദമയി ഞാൻ ദൈവമാണെന്ന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അമൃതാനന്ദമയി ദൈവമാണെന്ന് ഒന്നും ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല. ഇവിടെ പിണറായി വിജയൻ അടിച്ചിറക്കുന്നുണ്ടല്ലോ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലത്ത്. പിന്നെ അവരുടെ ഫ്ലക്സുകൾ വെക്കുന്നില്ലേ എന്ന് പറഞ്ഞ് പിണറായി പറഞ്ഞോ ഞാൻ ദൈവമാണെന്ന് പിണറായി ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിണറായിയുടെ ഭക്തന്മാര് പറയുന്നുണ്ട് എന്റെ പിണറായി കിറ്റപ്പനാണെന്ന് പറയുന്നുണ്ട്. ഇല്ലേ, അത് അവരുടെ സ്വാതന്ത്ര്യം. അത് നമ്മൾ കൈകടത്താനായിട്ട് പോകുന്നില്ല. അല്ല, ഞാനൊരു ഘട്ടത്തില് ഞാനൊരു വല്ലാത്തൊരു പ്രതിസന്ധി നിന്ന സമയത്ത് മഠത്തിൽ ചെന്ന അമ്മയെ കണ്ടായിരുന്നു. എനിക്ക് എന്നെ ചേർത്ത് പിടിച്ചപ്പോ എനിക്കുണ്ടായ ഒരു സമാധാനമുണ്ട്. ആ ഒരു എന്താ പറയാ, ഒരു നമ്മൾ രാവിലെ എണീറ്റ് സൂര്യനെ കാണുന്ന പോലെ ഒരു സൊളൈസ്, ഒരു വല്ലാത്തൊരു ആശ്വാസം. അത് ദീർഘകാലം എന്റെ കൂടെ തന്നെ നിന്നു. ഒരു പോസിറ്റീവ് എനർജി, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ടിരിക്കാലോ, കൊല്ലത്തെ ഏത് റിപ്പോർട്ടർക്കും കാണാം. അത് ശരി. എന്നിട്ട് പുള്ളി പറയുന്നത് ഭക്തിയുടെ പേരിൽ അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ സ്ഥാപനങ്ങളിൽ വർഷങ്ങളായി നടന്നു വരുന്ന നിറകേടുകളുടെ വലിയൊരു കണക്കെടുപ്പ് തന്നെ കാരവാൻ ടീം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും തെളിവില്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു ഇതിൽ വിവരിക്കുന്ന കാര്യങ്ങൾ മിക്കതും നമ്മൾ മലയാളികൾ ഇതിനകം വായിച്ചറിഞ്ഞവ തന്നെയാണ്. എന്നാൽ ഈ കവർ സ്റ്റോറിയിലൂടെ ദേശീയ തലത്തിലേക്ക് ഈ വിവരങ്ങൾ എത്തിച്ചേരുമെന്നത് പ്രധാനമാണ്. കാരവാനിലൂടെ ദേശീയ തലത്തിൽ ചേർന്നത് തന്നെ. പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിലേക്ക് അവർ സ്വാധീനം ഉറപ്പിച്ച സാഹചര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ എന്നാണ് ഫരീദാബാദിലെ അമൃത ഹോസ്പിറ്റൽ വിശേഷിപ്പിക്കപ്പെട്ടത്. ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. സംശയം എന്താ? നമ്മുടെ സലീം കുമാർ അമൃതാനന്ദമയി കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഓർമ്മയുണ്ടോ? സലീം കുമാർ എന്താ അമൃതാനന്ദമയിൽ ഒട്ടും വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു. അവസാനം സലീം കുമാറിന്റെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി എല്ലാ വഴികളും അടഞ്ഞ് അമൃതാനന്ദമയി എങ്കിൽ പോയി കണ്ടേക്കാന്ന് പറഞ്ഞ സലീം കുമാർ എങ്കിൽ നിങ്ങളുടെ ഒരു ഇതാണെങ്കിൽ പോയി കണ്ടേക്കാന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോ അമ്മ പറഞ്ഞു ഈ മോനെ എനിക്ക് വേണോന്ന് പറഞ്ഞു. ആ ഒരു ഒറ്റ വാക്കിൽ സലീം കുമാർ മാറിപ്പോയി. അതൊറ്റ വാക്കിൽ സലീം കുമാർ മാറിപ്പോയി. ചില സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ സുഭാഷ് ചന്ദ്രബോസ് എങ്ങനെയാണ് ഇവിടെ നമ്മുടെ എന്താണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ നാഷണൽ ആർമി തുടങ്ങുന്നത്? സുഭാഷ് ചന്ദ്രബോസിൻ സ്വാമി വിവേകാനന്ദന്റെ ഒരു വാക്ക് മിന്നൽ പിണർ പോലെ അദ്ദേഹത്തിന്റെ തലച്ചോറി കയറി. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹത്തെ നയിച്ചത് ആ ഒരു ഒറ്റ വാചകമാണ്. ആ വാചകത്തിലൂടെയാണ്. ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് പെട്ടെന്നായിരിക്കും പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അത് അങ്ങനെ. അപ്പൊ എന്നിട്ട് ഈ പുള്ളി പറയുകയാണ് സമൂഹത്തിൽ ഇത്തരക്കാരുണ്ടാകുന്ന പ്രതിസന്ധി വളരെ വലുതാണ് ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടേതുപോലുള്ള ഒരു സമൂഹത്തിൽ. നമ്മുടേതുപോലുള്ള സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അത്ര വലിയ സമൂഹമാണ്, നമ്മൾ പ്രബുദ്ധരാണോ? എടാ മോനെ 15 കോടിയാണ് വയനാട്ടിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. 15 കോടി. അതെ, 15 കോടി. പോരാത്തതിന് ഗുരുക്കന്മാരുടെ വേഷമണിഞ്ഞ് പലവിധ നെറികെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ട്. അതിലൊരാളാണ് നമ്മുടെ ഷിബുസ്വാമി. ഇത്തരക്കാരെ മനസ്സിലാക്കുന്നത് ശ്രമകരമായ കാര്യമാണ്. പക്ഷെ ഷിബുസ്വാമിയെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രിട്ടീഷ് മനുഷ്യ ഇനിയിപ്പോ ബ്രിട്ടന്റെ എന്ത് പറഞ്ഞാലും അറിയാലോ, ഈ ബ്രിട്ടൻ, അമേരിക്ക, എന്നൊക്കെ പറഞ്ഞ ഫിൻലാൻഡിലെ നമ്മൾ ഇത് പോയി കണ്ടുപിടിക്കണം. അതെ അതെ, ആഫ്രിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള പ്ലിത്തിക്ക പ്ലിങ്ങോസ്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
പ്ലിങ്കോസ്കി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞവന്മാർ കടിച്ചാ പൊട്ടാത്ത, അതൊക്കെ നമ്മൾ അർഹിക്കുന്ന അവഘടനയോടുകൂടി തള്ളിക്കളയുന്നു. ഇപ്പോ പറയുന്നത് അമൃതാനന്ദമയിയുടെ പുറകെയുള്ള അന്വേഷണങ്ങളും അത്തരത്തിലൊരു അവസ്ഥയാണ്. അതായത് ഇയാൾ പറയുന്നത് എന്താ അറിയോ, ഇയാൾ പറയുന്നത് ഇത്തരക്കാരെ മനസ്സിലാക്കാൻ കുറെയൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ പ്ലിങ്കോസ്കിയുടെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണമെന്ന് മറ്റുള്ളവരോട് പറയാൻ യോഗ്യരെന്ന് സ്വയം കരുതുന്ന ദിവ്യന്മാർ എങ്ങനെ ജീവിക്കുന്നു എന്നറിയണമല്ലോ. അതാണ് ഇത് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ എപ്പോഴും കാട്ടിച്ചെന്നിരിക്കണമെന്നാണ് ഇവരുടെ നിഗമനം. അയാൾ എപ്പോഴും കാട്ടിച്ചെന്നിരിക്കണം, അയാൾക്ക് ഒന്നും പാടില്ല, അയാൾ വെറും ഒരു മുണ്ടും ഒരു എന്താണ് ഒരു കൈലിയും അല്ലെങ്കിൽ കയ്യിൽ ഒരു കമണ്ടലും ഒക്കെ ആയിട്ട് അല്ല അതാണ് ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഓക്കി വന്നപ്പോ അമ്മ സഹായിച്ചു, ഓക്കി വന്നപ്പോ അമ്മ ഇടപെടും. കാര്യം തീരദേശത്ത് എന്ത് കാര്യമാണെങ്കിലും അമ്മ ഇടപെടും. അപ്പോ ഓക്കി വന്നപ്പോ അമ്മ സഹായിച്ചു. അപ്പൊ ഇവന്മാര് പറഞ്ഞ കാര്യം എന്തറിയാമോ, ഓക്കി വരുന്ന എന്താ അമ്മ അറിയാഞ്ഞു. അതെ, എടാ മോനെ നീ എന്തൊക്കെ വിളിച്ച് പറയണം. ഒരു കാര്യമുണ്ട്, അമ്മ എന്ന് പറയുന്നത് ദൈവവും കാര്യങ്ങളും ഒന്നുമല്ല. അത് ഇവരുടെ ഒരു വലിയൊരു തെറ്റ്. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കയ്യിൽ നിന്ന് മറ്റേ ഭസ്മം എടുത്ത് എല്ലാരെയും മറ്റേ അതൊന്നും ഒരു സിനിമയ്ക്കകത്ത് നരേന്ദ്രപ്രസാദ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് മറ്റേ ആകാശത്തുനിന്ന് ഒരു ആപ്പിൾ എടുത്തു. ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ട്. സന്യാസം എന്താണ് ഇത്? ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ സന്യാസി എന്ന് പറഞ്ഞാൽ ഒറ്റ നിപ്പിന് സൂപ്പർമാനെ പോലെ പറന്നൊക്കെ മുകളിലോട്ട് പോയി അങ്ങനെ എങ്ങനെയൊക്കെ ആവുന്ന ഒരു വ്യക്തി എന്നാണ് ഇവരുടെ വിചാരം. ഇപ്പൊ ഇവര് പറയുന്നത്, ഇയാൾ പറയുന്നുണ്ടല്ലോ എങ്ങനെ ജീവിക്കണം എന്ന് മറ്റുള്ളവരോട് കാണിച്ചു കൊടുക്കേണ്ട സ്ത്രീയാണ് അമ്മ. അമ്മ ജീവിക്കുന്നു 5 സ്റ്റാർ ജീവിതമാണ് അമ്മ ജീവിക്കുന്നത് എന്നാണ് അവര് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്യാം, മഹാത്മാഗാന്ധി എങ്ങനെ ജീവിച്ചത്? മഹാത്മാഗാന്ധി ഒരൊറ്റ ഇതെടുത്ത് ചർക്കയിൽ നൂല് നൂറ്റി ലളിത ജീവിതം ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ ഒന്ന് കൂലങ്കഷമായി പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിക്ക് ഉണ്ടായ ചെലവ് പോലെ വേറൊരിടത്തും ചെലവില്ല എന്ന് നമ്മൾ ആലോചിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച അണ്ടിപ്പരിപ്പ് മഹാത്മാഗാന്ധി തിന്നു. മഹാത്മാഗാന്ധി ആട്ടിൻപാലെ ആടിനെ കുളിപ്പിക്കുന്നത് ലക്സ് സോപ്പിട്ടാ കുളിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധി ഡെയിലി കുളിപ്പിക്കും. മഹാത്മാഗാന്ധി പാവപ്പെട്ട ആളാണല്ലോ, അതുകൊണ്ട് മഹാത്മാഗാന്ധി ജനറൽ കമ്പാർട്ട്മെന്റിലെ ജോലി ചെയ്യും, അല്ല യാത്ര ചെയ്യും. ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന മഹാത്മാഗാന്ധി യാത്ര ചെയ്യുമ്പോ ആ ജനറൽ കമ്പാർട്ട്മെന്റ് ഫുള്ള് മഹാത്മാഗാന്ധിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചേക്കും. ഒരു ഘട്ടത്തില് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ, ഞാൻ ഗോഡ്സെ ആരാധകനാണ്, മത തീവ്രവാദിയാണ്, ഗോഡ്സെ ആരാധകനാണ്, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഗോഡ്സെ അവിടെ കോടതിയിൽ ഒരിക്കൽ പോലും അയാൾ അപ്പീൽ കൊടുത്തിട്ടില്ല, എന്റെ വധശിക്ഷ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ പേരുള്ള ഗൂഢാലോചന കുറ്റം ഒഴിവാക്കണം, അതേ പറഞ്ഞിട്ടുള്ളൂ. ഗൂഢാലോചന അദ്ദേഹത്തിന്റെ കേസ് വാദിച്ച കേസ് കേട്ട ജഡ്ജി എഴുതി വെച്ചത് ഈ കോടതിയിൽ ഇരിക്കുന്നവർക്ക്, ഈ കോടതിയുടെ ഇരിക്കുന്നവരാണ് ഈ കേസിൽ, അതായത് ഈ കേസിലെ വാദം കേട്ടോണ്ടിരിക്കുന്നത് ഈ കോടതിയിൽ ഇരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഗോഡ്സെ വെറുതെ വിടുവന്നു. ശരി, ഇത് ചരിത്രമാണെന്നേ, ഇത് ചരിത്രമാണ്. ഇത് എന്താ പറയാ, എടുത്തിട്ട് അന്വേഷിച്ചാൽ മതി. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം മാത്രം വാദിച്ചില്ല, ബാക്കിയുള്ളവരൊക്കെ അപ്പീലിന് പോയി. ഈ ഗോഡ്സെ വാദിച്ചിട്ടില്ല, അപ്പീൽ വേണ്ടെന്ന് പറഞ്ഞു, അല്ല ഇത് വേണ്ടെന്ന്, വധശിക്ഷ ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ല, എന്റെ ഗൂഢാലോചന ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ള കാര്യം കോടതിയുടെ മുന്നിൽ, അത് ഗോഡ്സെ തന്നെ കേസ് വായിച്ചേ, ഒറ്റയ്ക്ക് കേസ് വായിച്ചേ, അഭിഭാഷകനില്ലായിരുന്നു. അപ്പൊ ഗോഡ്സെ വാദിച്ചു, കാര്യം പറഞ്ഞു. ആ കാര്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്തിറങ്ങി അത് എഴുതിക്കൊണ്ട് വന്ന മാധ്യമങ്ങളുടെ ആ പേപ്പർ പോലീസ് കീറിക്കളഞ്ഞു. അതാണ് ചരിത്രം, ഹിസ്റ്ററി അതാണ്. ഞാനിത് പറഞ്ഞപ്പോ ഞാൻ ഗോഡ്സെ ആരാധകനാണ്, ഗാന്ധിക്ക് വേറൊന്നും ഞാൻ പറഞ്ഞ സത്യമാണ്, ഇതൊരു ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. ഇത് പറയുന്നതിന് എന്താ പ്രശ്നം? ഈ ഒന്നും പറയാൻ പാടില്ല, ചരിത്രം പറയാൻ പാടില്ല. ചരിത്രം പറഞ്ഞ 1 വർഷം ഉണ്ടാകും. അമ്മയ്ക്ക് പിറന്നാൾ ആശംസ.